ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രിയങ്കയുടെ മുത്തശ്ശിയോട് പ്രിയങ്കയുടെ കൂട്ടുകാരികൾ പറയുന്നുണ്ട് മുത്തശ്ശി ഒരു പ്രശ്നമുണ്ടെന്ന്. രാധികയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ അവിടേക്ക് വന്നിരുന്നു. രാധികയെ കണ്ടിരുന്നു. ഫോട്ടോയൊക്കെ ക്യാമറയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് പ്രശ്നമാകുമല്ലോ, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു. കൂട്ടുകാരികൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ കെമിക്കൽ സ്പ്രേ ഉണ്ട്, അതുകൊണ്ട് ഒരു വഴിയുണ്ട്. വരുണിന്റെ കണ്ണിലേക്ക് ആ സ്പ്രേ അടിക്കുക. അതിനുശേഷം ഒരു 5-6 മണിക്കൂറത്തേക്ക് വരുണാണെങ്കിൽ ചുറ്റുമുള്ളതൊന്നും അത്രയ്ക്ക് കാണാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല ക്യാമറയിലെ ഫോട്ടോയും ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ കൂട്ടുകാരികളോട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് ചെയ്യാനെന്ന്. അതേസമയം പ്രിയങ്ക എല്ലാ ബന്ധുക്കളോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരുണിന്റെ അടുത്തേക്ക് പ്രിയങ്കയുടെ കൂട്ടുകാരികളും കുറച്ച് കുട്ടികളും വന്ന് വട്ടം ചുറ്റുകയാണ്. അതിനുശേഷം പ്രിയങ്കയുടെ കൂട്ടുകാരിയാണെങ്കിൽ വരുണിന്റെ കണ്ണിലേക്ക് സ്പ്രേ അടിക്കുന്നുണ്ട്. കൂട്ടുകാരി അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകുന്നുണ്ട്. വരുണ് കണ്ണും കാണുന്നില്ല. പ്രിയങ്കയുടെ മറ്റേ കൂട്ടുകാരി ക്യാമറ പോയി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എടുക്കുന്നത്? അത് വരന്റെ ക്യാമറയാണെന്ന് പറയുന്നു. കൂട്ടുകാരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരന്റെ പെങ്ങളാണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ ക്യാമറ എടുത്തിട്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ്. കൂട്ടുകാരികൾ മുത്തശ്ശിയോട് പോയി പറയുന്നുണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന്. മുത്തശ്ശിക്കും സമാധാനമാകുന്നു. വരുണ് കണ്ണ് കാണാതെ നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരൻ അവിടേക്ക് വരുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. വരുൺ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ കൂട്ടുകാരി അറിയാതെ എന്റെ കണ്ണിലേക്ക് എന്തോ സ്പ്രേ അടിച്ചതാണ്, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇനി എന്തായാലും ആരും അറിയാതെ എന്നെ ആഹാരം കഴിക്കുന്നിടം വരെ ഒന്ന് കൊണ്ടെത്തിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. വരുൺ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. ആ സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട് എല്ലാവരെയും അങ്ങ് ചിരിച്ചു കാണിച്ചാൽ മതി എന്നൊക്കെ. വരുണിന്റെ അടുത്തേക്ക് പ്രിയങ്കയെ കൂട്ടി എല്ലാവരും വരുന്നുണ്ട്. പ്രിയങ്കയെ നോക്കി വരുൺ ഒരുപാട് ചിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെ നോക്കി ചിരിക്കണ്ട എന്റെ മോളെ എന്നൊക്കെ. വരുണിന് കണ്ണ് കാണാൻ പറ്റാത്തത് കൊണ്ട് പ്രിയങ്കയെ തിരിച്ചറിയുന്നുമില്ല. ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും വരുണും എല്ലാം പുറപ്പെടാൻ തുടങ്ങുകയാണ്. പ്രിയങ്ക എല്ലാവരെയും അനുഗ്രഹമൊക്കെ വാങ്ങുന്നു. രണ്ടുപേരും പുറപ്പെടാൻ തുടങ്ങുന്നത് മാറി നിന്ന് രാധിക കാണുന്നുണ്ടായിരുന്നു. രാധികയ്ക്ക് സങ്കടമാകുന്നുണ്ട്. രാധികയുടെ അടുത്തേക്ക് നന്ദുമോൻ വരുന്നുണ്ട്. നന്ദുമോൻ രാധികയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി അല്ലായിരുന്നോ പെണ്ണ്, എന്താണ് ഇവിടെ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. നന്ദു ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് പെണ്ണ് മാറിപ്പോയെന്ന്. ആ കുട്ടി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് വരുണിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടി എന്താണ് പറഞ്ഞതെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവനൊരു മന്ദബുദ്ധി ചെറുക്കനാണ്, അവൻ പറയുന്നത് കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നു. ശേഷം പ്രിയങ്കയും വരുണും കാറിൽ കയറി പോകുന്നു. പ്രിയങ്കയും വരുണും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയങ്ക ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. പ്രിയങ്കയോട് വരുൺ ഒരുപാട് സ്നേഹത്തോട് പെരുമാറുന്നതും പ്രിയങ്ക അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് അത് സാധിച്ചു തരുമോ എന്ന് ചോദിക്കുന്നതുമൊക്കെ. പ്രിയങ്ക പറയുന്നുണ്ട് എനിക്കൊരു സിനിമ നടിയാക്കണം, അതുകൊണ്ട് സിനിമ നിർമ്മിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. വരുൺ അപ്പോൾ പറയുന്നുണ്ട് തനിക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും, ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെ എടുക്കാമെന്നൊക്കെ പറയുന്നു. പ്രിയങ്കയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു. വരുണിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പ്രിയങ്ക പെട്ടെന്ന് ആ ഓർമ്മയിൽ നിന്നൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അതേസമയം വരുണും രാധികയെ കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രിയങ്കയുടെ കയ്യിൽ പിടിക്കുന്നു. ഡ്രൈവർ വരുണിന്റെ ചെവിയിൽ വന്ന് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് കണ്ണ് കാണത്തില്ല, അതുകൊണ്ട് നീ അവളെ പിടിക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറയുന്നു. അതേസമയത്ത് പ്രിയങ്കയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും രാധികയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാധികയപ്പോ കാറിലിരുന്ന് പൊട്ടിക്കരയുന്നു. തിരുമേനി അപ്പോൾ വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. വണ്ടി നിർത്തിയതിനു ശേഷം രാധികയോട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്തു പറ്റിയെന്ന്. വരുൺ രാധികയെ വിവാഹം കഴിച്ചതൊക്കെ ഓർത്ത് പൊട്ടിക്കരയുകയാണ് രാധിക. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്